السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي أبدع الأفلاك والأرضين، والصلاة والسلام على من كان نبيا وآدم بين الماء والطين، وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നല്ലവരായ ദീനീ സ്നേഹിതരായ നാട്ടുകാർ, അതുപോലെ തന്നെ മറ്റ് പ്രഗത്ഭന്മാരായ ഉസ്താദുമാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, നമുക്കിവിടെ വിധികർത്താവായി വന്നിരിക്കുന്ന ഉസ്താദുമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വഖഫ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു വലിയ പ്രൗഢഗംഭീരമായ പ്രസംഗം കാഴ്ചവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചെറിയ പോയിന്റുകൾ സംസാരിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുവാൻ വേണ്ടി RSS തീവ്ര അജണ്ടകളുടെ ഭാഗമായി ഇന്നവർ കൈവച്ചിരിക്കുന്നത് നമ്മുടെ പൂർവികന്മാരായ ആളുകൾ സംരക്ഷിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വഖഫ് സ്വത്തുക്കളിലായതിനാൽ ഓരോ മുസ്ലിം എന്നതിനുപരി ഓരോ ഇന്ത്യൻ പൗരനും മനസ്സിലാക്കേണ്ട കാര്യമാണ് വഖഫ് എന്നാൽ എന്താണെന്ന്. എന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ? വഖഫ് ചെയ്യുന്ന വസ്തുവിന്റെ മിൽക്കിയത്ത് അഥവാ ഉടമസ്ഥാവകാശം സൃഷ്ടാവായ അല്ലാഹുവിന് കൊടുക്കുകയും അതിന്റെ തസറുഫ്, അതായത് അതിന്റെ നിയന്ത്രണം നമ്മുടെ പക്കൽ വെക്കുകയും ചെയ്യുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്. وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم إذا مات الإنسان انقطع عنه عمله. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവന്റെ മുഴുവൻ അമലുകളും അവന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിശ്ചലമാകുന്നതാണ്. എന്നാൽ ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴിച്ചുള്ള ബാക്കി മുഴുവൻ പ്രവർത്തനങ്ങളും നിലച്ചു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ 3 കാര്യങ്ങൾ ഏതാണെന്നറിയുമോ? ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ
ഒന്നാമതായി പഠിപ്പിക്കുന്നത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതിൽ ഒന്നാമത്തത് എന്താണെന്നറിയുമോ? അത് ജാരിയായ സ്വതക്കയാണ്. ജാരിയായ സ്വതക്ക ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോൾ ഖിയാമത്ത് നാൾ വരെ ആ വഖഫ് സ്വത്തുകൾ, ആ ജാരിയായ സ്വതക്കയിൽ നിന്നും പ്രതിഫലം ഈ മനുഷ്യന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി രണ്ടാമതായി പറഞ്ഞത് ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ ഇൽമാണ്, അറിവാണ്. മൂന്നാമതായി പഠിപ്പിച്ചത് ഔ വലദുൻ സാലിഹുൻ യദഉ ലഹു, ഔ വലദുൻ സാലിഹുൻ യദഉ ലഹു. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന നല്ല മക്കള്. നമ്മുടെ വിഷയം ജാരിയായ സദഖ എന്നതിനെ കുറിച്ചാണ്. എന്താണ് ജാരിയായ സദഖ? പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാം ഒരു ഭൂമി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു വഖഫ് ചെയ്യുകയാണ് എങ്കിൽ ഇതിന്റെ പ്രതിഫലം നമുക്ക് നാം മരണപ്പെട്ടു പോയി കഴിയുമ്പോൾ നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്നോളം ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് മക്കയിൽ നിന്നും മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ അവർക്ക് കുടിക്കുവാൻ നല്ല പാനീയം കിട്ടിയില്ലായിരുന്നു. ആ വെള്ളത്തിൽ ചേറ് കലർന്നിട്ട് ആ വെള്ളം കുടിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. കാരണം മക്കയിൽ നല്ല സ്വാദിഷ്ടമായ നല്ല സംസം വെള്ളം കുടിച്ചിട്ട് മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് ചേറ് കലർന്ന വെള്ളം കുടിക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഈ അവസരത്തിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാതിലേക്ക് ഒരു വാർത്ത എത്തുകയാണ്. മദീന നിവാസികൾ മുഴുവനും ഒരു ജൂതന്റെ അടുക്കൽ നിന്നും വെള്ളം കുടിക്കുന്നതായിട്ട് ഒരു ജൂതനായ മനുഷ്യൻ, ആ മനുഷ്യനൊരു കിണറുണ്ടത്രേ. ആ കിണറ്റിൽ നിന്നും നല്ല ശുദ്ധമായ ജലമാണ് ആ കിണറ്റിലുള്ളത്. ആ കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കണമെങ്കിൽ ആ മനുഷ്യന് പൈസ കൊടുക്കണമെന്നത്രേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന്റെ അടുക്കൽ നിന്നും ആ കിണർ വാങ്ങിക്കുന്നതിന് വേണ്ടി സഹാബത്തിനെ മുഴുവനും ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ട് ചോദിച്ചു, വയാ സഹാബത്തുൽ കിറാം, ഈ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഏത് മനുഷ്യനാണ് ആ കിണർ വാങ്ങിക്കുവാൻ തയ്യാറുള്ളത്? ആ കിണർ വാങ്ങിക്കുന്ന മനുഷ്യന് സ്വർഗം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചപ്പോൾ, നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചാടി എഴുന്നേറ്റിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ആ കിണർ മുസ്ലിമീങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ ഞാൻ തയ്യാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ ഉസ്മാനുൽ ഗനി എവിടേക്ക് കടന്നു ചെന്നിട്ട് ആ യഹൂദിയുടെ കയ്യിൽ നിന്നും ആ കിണർ വാങ്ങിക്കുകയാണ്. ഏകദേശം പറയുകയാണ് എങ്കിൽ ഇന്നത്തെ 92 ലക്ഷം രൂപയ്ക്കാണ് ആ മനുഷ്യൻ ആ കിണർ വിറ്റത്. ആർക്ക് സാധിക്കും അതിന്? സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇത് കളവിന്റെ ലാഞ്ചന പോലുമില്ലാത്ത നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയുമ്പോൾ സലാത്ത് പറയുന്നത് നല്ലതാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഉസ്മാനുൽ ഗനി അവിടെ നിന്നും ആ കിണർ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് കൊടുത്തു. ഇന്ന് നിങ്ങൾ മദീനയിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബിഅർ ഉസ്മാൻ എന്ന പേരിൽ ഒരു കിണർ കാണും. ഇന്നും അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഇതിന്റെ
പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വലിയ യാഥാർത്ഥ്യമേറിയ കാര്യമാണ്. എൻ്റെ സമയം അവസാനിച്ചതിനാൽ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഖുർആനെങ്കിലും വഖഫ് ചെയ്യുവാൻ ഉള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.